ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. അനീഷേട്ടന് എത്ര രൂപയാണ് വേണ്ടത്? ഒരു 15,000 രൂപ. അത് അനുവദിച്ചൂടെ? പറ്റില്ല ഋഷി, അറിയാലോ, എനിക്ക് മാത്രമായിട്ട് ഇതിലൊരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. അച്ഛനെ അറിയിക്കണം. ഇനി എന്റെ സ്ഥാനത്ത് നിന്ന് ദേവിക ഈ ബിസിനസ് എല്ലാം നോക്കി നടത്തണം. ഞാൻ ഇനി ഈ ഭാഗത്തേക്കേ വരില്ല. ഇത്ര കാലവും നമ്മുടെ കമ്പനിക്ക് വേണ്ടി രാവും പകലും ഇല്ലാതെ ഞാൻ പ്രവർത്തിച്ചു. ഇനി എനിക്ക് എന്റെ കുടുംബത്തോടൊപ്പം സ്വസ്ഥമായും സമാധാനമായും സമയം ചെലവഴിക്കണം. അതാണ് എന്റെ ഉദ്ദേശം. ദേവികയെ ഈ ചുമതലകൾ ഏൽപ്പിച്ചതിൽ എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. ദേവികയെ എനിക്ക് നല്ല വിശ്വാസമാണ്. ദേവികയ്ക്ക് ഭംഗിയായി ഈ ബിസിനസ് നോക്കി നടത്താൻ സാധിക്കും. വിഷ് യു ഓൾ ദ സക്സസ് മോളെ. എന്റെ വാക്കിന് ഇത്ര പെട്ടെന്ന് ഈ കമ്പനിയിൽ വിലയുള്ളതായി പോയല്ലോ. അനീഷേട്ടാ, എന്തായി? ദേവികേശി കണ്ടോ? അഡ്വാൻസ് ചോദിച്ചോ? അല്ല, ഇനി പണം തരാനുള്ള അവകാശമെല്ലാം ദേവിക ചേച്ചിക്കാണല്ലോ. ആവശ്യം നടക്കണമെങ്കിൽ അവിടെ പോയി കാല് പിടിച്ചോ. പോയി കാല് പിടിക്കാൻ. എന്താ വി, നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചൂടാവുന്നേ? ഞാനെന്ത് തെറ്റാ നിന്നോട് ചെയ്തേ? ഇപ്പൊ ഇവിടുത്തെ സൈനിങ് അതോറിറ്റി ദേവിക ചേച്ചിയാ. പണം വേണമെങ്കിൽ ചെന്ന് ചോദിക്ക്. ദേവിക ചേച്ചി സൈൻ ചെയ്തിങ്ങ് തരും. ഞങ്ങൾക്ക് പാരമ്പര്യമായി കിട്ടിയതും ഞങ്ങള് കഷ്ടപ്പെട്ടുണ്ടാക്കിയതുമായ ഈ കണ്ട സ്വത്തുക്കൾ മുഴുവൻ ഇപ്പൊ ദേവിക ചേച്ചിയുടെ നിയന്ത്രണത്തിലാ. അതായത് നിങ്ങളുടെയൊക്കെ കൈകളിൽ. നിങ്ങളുടെ അനിയത്തിയല്ലേ ദേവിക? പോയി ചോദിക്ക്. എന്നിട്ട് ആവശ്യമുള്ള പണം അനിയത്തിയുടെ ഒത്താശയോടുകൂടി വാരിയെടുത്തുണ്ടങ്ങ് പൊയ്ക്കോ. അഭി, ഈ പൊന്നാരൻ തോട്ടത്തെ എല്ലാം സകല മനസ്വത്തുക്കളും അനിയത്തിയുടെ കാൽച്ചുവട്ടിലാക്കാൻ പറഞ്ഞേക്ക്. അനുഭവിക്ക്. എല്ലാം നിങ്ങളൊക്കെ കൂടിയങ്ങ് അനുഭവിക്ക്. ദേവു. അനീഷേട്ടാ, പറയാ അനീഷേട്ടാ. അല്ല, അത് പിന്നെ അനീഷേട്ടൻ ഇരിക്കേ. എന്താ അനീഷേട്ടാ കാര്യം? മോളെ, ചോദിക്കുന്നതിൽ നാണക്കേടുണ്ട്. പക്ഷേ അത് ചോദിക്കാതിരിക്കാനും പറ്റില്ല. അനീഷേട്ടൻ എന്തെങ്കിലും വളഞ്ഞു ചുറ്റി സംസാരിക്കുന്നേ? എന്നോടല്ലേ? എന്നോട് എന്ത് വേണമെങ്കിലും അനീഷേട്ടന് ചോദിക്കാമല്ലോ. അനീഷേട്ടൻ ചോദിച്ചോളൂ, എന്താ വേണ്ടത്? മോളെ, എന്റെ ശമ്പളത്തിൽ നിന്ന് കുറച്ച് പണം അഡ്വാൻസ് ആയിട്ട് വേണമായിരുന്നു. ബുദ്ധിമുട്ടാവോ? എന്താ അനീഷേട്ടന്റെ അത്യാവശ്യം? മോളെ, മഞ്ജുവിന്റെ കസിൻ സിസ്റ്ററിന്റെ കല്യാണമാണ്. വെറുതെ കൈമീശി അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. അവിടെ എന്തെങ്കിലും പണമായിട്ട് കൊടുക്കണം. ഡ്രസ്സ് എടുക്കണം. മഞ്ജുവിന് ബ്യൂട്ടി പാർലറിൽ പോയി മുഖം മിനിക്കണം. എല്ലാം കൂടി ഒരു 10-15,000 രൂപയുടെ ചിലവ് വരും. മോളെ, എന്റെ ശമ്പളം മുഴുവനും വേണമെന്നില്ല. ഒരു 15 രൂപ കിട്ടിയാലും മതി. അനീഷേട്ടാ, പറയുന്നതുകൊണ്ട് വിഷമം തോന്നരുത്. എന്റെ സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത്. പണം അനുവദിക്കാനുള്ള അധികാരം എനിക്ക് നൽകിയിട്ടുണ്ടെങ്കിലും അതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. തോന്നിയതുപോലെ എനിക്ക് പണം ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. മോളെ, ഇപ്പൊ തന്നെ നമ്മുടെ കുടുംബം ഇവിടുത്തെ അധികാരവും സ്വത്തും കൈയാളുകയാണെന്ന ഒരു ആക്ഷേപം ആളുകൾ അടക്കം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ കാര്യങ്ങൾ എന്തിനാ കൂടുതൽ കുഴപ്പത്തിലാക്കുന്നത്? മോളെ,
വളരെ ചെറിയൊരു തുകയിലേ ഞാൻ ചോദിച്ചോളൂ. ചെറുതായാലും വലുതായാലും ഇപ്പൊ ഇത് അനുവദിച്ചെന്നാ അത് തെറ്റാ. അനീഷേട്ടന് എന്റെ അവസ്ഥ മനസ്സിലാകും എന്നാ എന്റെ വിശ്വാസം. എന്താ ദേവി ചേച്ചി? എന്താ അനീഷേട്ടാ? എന്താ വിഷയം? അല്ല, ഞങ്ങൾക്കൂടെ കേൾക്കാൻ പറ്റുന്നതാണോ? അനീഷേട്ടന് കുറച്ച് രൂപ ശമ്പളത്തിൽ നിന്ന് അഡ്വാൻസ് ആയിട്ട് വേണമെന്ന് പറഞ്ഞു. എനിക്ക് മാത്രമായിട്ടത് അനുവദിക്കാൻ പറ്റില്ലല്ലോ. ഞാനത് അനീഷേട്ടനോട് പറയുമായിരുന്നു. അനീഷേട്ടന് എത്ര രൂപയാ വേണ്ടത്? ഒരു 15,000 രൂപ. അത് അനുവദിച്ചൂടെ? പറ്റില്ല ഋഷി, അറിയാലോ എനിക്ക് മാത്രമായിട്ട് ഇതിലൊരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. അച്ഛനെ അറിയിക്കണം. ചേച്ചി ഇപ്പൊ പണം അനീഷേട്ടന് കൊടുത്തിട്ട് പിന്നെ അത് അച്ഛനോട് പറഞ്ഞാ പോരെ? ഏയ്, അത് ശരിയാവില്ല. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഞാൻ ചെയ്യില്ല. എങ്കിലും ഞാൻ അച്ഛനോട് സംസാരിക്കാം, എന്നിട്ട് അനീഷേട്ടനെ അറിയിക്കാം. ശരി. നിങ്ങൾ എത്തിയോ? ഋഷി, ഫ്രഷ് ആയിട്ട് വാ, ഞാൻ കോഫി എടുക്കാം. വല്യമ്മേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ മോനെ, ചോദിച്ചോ. അല്ല, വല്യച്ഛനും വല്യമ്മയ്ക്കും ദേവികേച്ചിയോട് എന്താ ഇത്ര ഇഷ്ടവും വിശ്വാസവും ഒക്കെ? ദേവികേച്ചി ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നിങ്ങൾ എന്തിനാ കണ്ണടച്ച് അംഗീകരിക്കുന്നത്? അഭി, നീ എന്താ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, സിദ്ധുവേട്ടനെ കല്യാണം കഴിക്കാൻ ദേവികേച്ചി തയ്യാറായതുകൊണ്ടാണോ നിങ്ങൾക്കെല്ലാം ചേച്ചിയോട് ഇത്രയ്ക്ക് സോഫ്റ്റ് കോർണർ, ഒരു പ്രത്യേക പരിഗണന? ചേച്ചി ചെയ്തത് വലിയ ത്യാഗമാണെന്നാണോ വല്യമ്മയും വലിച്ചനും കരുതുന്നത്? അബി, നീ എന്തിനാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അമ്മയോട് ചോദിക്കുന്നത്? ദേവി ചേച്ചി നിനക്കെതിരെ ഇപ്പൊ എന്ത് ചെയ്തു? ഓഫീസിൽ നടക്കുന്നതെല്ലാം ഋഷിയേട്ടനും അറിയുന്നില്ലേ? എടാ, അവിടെ എന്ത് സംഭവിച്ചെന്ന് നീ പറയുന്നേ? ഓഫീസിന് എന്താ പ്രശ്നം? പറയാ അഭി, എന്താ അവിടെ കുഴപ്പം? നമ്മുടെ കമ്പനിയുടെ ഫിനാൻസ് മുഴുവനും ഇപ്പൊ ദേവികേച്ചിയുടെ നിയന്ത്രണത്തിലാണ്. ചേച്ചിയാണ് ഇപ്പൊ സാമ്പത്തിക കാര്യങ്ങളുടെ എല്ലാം സൈനിങ് അതോറിറ്റി. ഒരു രൂപ വാങ്ങണമെങ്കിൽ പോലും ഇപ്പൊ നമ്മൾ ചേച്ചിയുടെ ഔദാര്യത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. അല്ല, അതിന്റെ ജാട ഇപ്പൊ ചേച്ചി കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്.